എന്താ നമുക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങള് സംസാരിക്കാനുണ്ടായിരുന്നു റാഷ. കഴിഞ്ഞ എന്റെ ഒരു അഭിപ്രായത്തില് 2025 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസവും ഇവൻ നിന്റെ കൂടെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എന്താ ചന്ദ്ര? ഓ ഓക്കെ. ആ അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ്, ഇന്ന് നടത്തേണ്ടവരും നാളെ നടത്തേണ്ടവരും എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളെന്നല്ല, ഈ സിറ്റിയിൽ നിങ്ങളെ കണ്ടിട്ടുള്ള എല്ലാവരും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കീരി പറയുമ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശരിക്കും കീരിക്ക് കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് റാഷ അങ്ങനെയല്ല കീരിയെ കണ്ടതെന്നാണ് കീരി പറയണത്. അപ്പൊ കുട്ടിയുടെ സൈഡും കൂടെ കേട്ടിട്ട് ഡെസിഷൻ എടുക്കാന്ന് നമുക്കൊരു തീരുമാനം പറയാമെന്ന് ഞാൻ കീരിയുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. മൂളിക്കൊണ്ടിരിക്കണ അത്രേ ഉള്ളൂ. കുട്ടിയുടെ അഭിപ്രായം കൂടെ നമുക്ക് അറിയണം. പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ആളിഷ്ടാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിലേഷന് താല്പര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആള് പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ കൂടെ നിന്നോളാം, എനിക്ക് ആ ഒരു പ്രസൻസ്, അതായത് എന്റെ ഒരു പ്രസൻസ് ആൾക്ക് ഉണ്ടായാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് രണ്ടുപേരും അത് സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ് അത് പൊക്കോണ്ടിരുന്നതും. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇപ്പൊ എന്താ ഇങ്ങനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ തുടക്കത്തില് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതിനെന്തോ ഒരു മാറ്റം വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അണ്ണ, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അവൻ പറയണെന്ന് പറഞ്ഞ പുതിയ കൂട്ടുകാരൊക്കെ വന്നപ്പോ റാഷ പെട്ടെന്ന് ഒഴിവാക്കി അവനെ. പുതിയ കൂട്ടുകാർക്കാണ് പ്രയോറിറ്റി കൂടുതൽ, പുതിയ കൂട്ടുകാർക്കാണ് കൊടുത്തത്. അത് അവനെ വിഷമം ഉണ്ടാക്കിപ്പിച്ചു എന്നാണ് അവൻ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ, എല്ലാരും ഒരേപോലെയാണ് കാണുന്നത്, ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഒരേപോലെയാണെന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നു, അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ദേഷ്യത്തില് പറയുന്നത് അല്ല, ദേഷ്യത്തിൽ പറയുന്നത് ദേഷ്യത്തിൽ പറയണമെന്നല്ല, ലൈക്ക് അന്ന് ആൾറെഡി സംസാരിച്ചല്ലേ അത്. അണ്ണാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ നേരത്തെ ദർശന നിന്നപ്പോ സംസാരിച്ചു. ഞാൻ അല്ല, ഇതിൽ നമ്മൾ സംസാരിക്കുന്ന മുമ്പ് ഒരു കാര്യം എനിക്ക് പറയണ്ടേ. ഞങ്ങൾക്ക് കുറച്ച് മനുഷ്യന്മാരെ പോലെ നോർമലി സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, 1 മണിക്കൂറായി 5 വാക്ക് 1 മണിക്കൂറിൽ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നത്. നമ്മൾ നോർമലി മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ കുറച്ചൊന്ന് വേഗത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കുവേ. ആരെടുത്ത അവളുടെ അടുത്താ 365 ദിവസം സംസാരിച്ചിട്ട് ഊമ്പിട്ട് മതിയായില്ല. അല്ല, അവനെ പറഞ്ഞിടാൻ വേണ്ടി പറഞ്ഞതാ. നീ പോകാനുണ്ട്. ഞാൻ കാണാൻ നേരത്ത് ഓരോ തവണ വന്നിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് വരാൻ നേരത്ത് ഞാൻ വരാൻ നേരത്ത് ആള് സിറ്റി കാണില്ല, ആള് വരാൻ നേരത്ത് ഞാൻ സിറ്റി കാണില്ല. അങ്ങനെ ഞങ്ങക്ക് സംസാരിക്കാറേ പറ്റാറില്ലായിരുന്നു. കൊറേ നാളെ സംസാരിക്കാറില്ലായിരുന്നു. ഇപ്പം എന്നിട്ട് ഇപ്പൊ ഇടയ്ക്കാണ് ഇപ്പം രണ്ടുപേരും കണ്ടു തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് ഒരു സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ് പോലും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് ഇപ്പൊ കണ്ടു തുടങ്ങിയത്. അപ്പോഴും പോലും ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ സംസാരിക്കും. പക്ഷെ ആൾക്ക് സംസാരിക്കാൻ എന്തോ ഇഷ്ടമില്ലാത്തതാണോ അതോ എനിക്ക് അറിയില്ല. എപ്പോഴും ഇതേപോലെ ഞാൻ ഇറങ്ങുവാണ്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ആള് പോകും. ഒരു 5 മിനിറ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറയും ഞാൻ പോവാണ്, ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് പോകും. എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് പഴയ പോലെ എനിക്ക് സംസാരിക്കണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ എന്നിട്ട് ഓരോ തവണ പോയി സംസാരിക്കുമ്പോഴും ആൾ ഇതുപോലെ പോവാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ഇന്ന് കണ്ടപ്പോഴും ദർശന സംസാരിക്കാൻ വിളിച്ചപ്പോഴും ആള് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ അപ്പോഴും ദർശന അടുത്ത് പറഞ്ഞത് നീ ഫോഴ്സ് ചെയ്ത് നിർത്തിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല എന്നാ, പക്ഷെ അത് എന്തോ പഴയ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല.
റിലാക്സ് കുട്ടി, ഒരു മിനിറ്റ് ബ്രേക്ക് ചെയ്യാം, റിലാക്സ്. ഉത്തരവാദിത്വം പറയേണ്ടി വരുമോ നമുക്ക്? ഇതിന്റെ പെണ്ണിനെ കറിയിച്ചിട്ട് ഉത്തരവാദിത്വം പറയേണ്ടി വരുമോ അവര്? ഓ തന്നെ അടുപ്പിക്കാർ തൂങ്ങും. മറ്റേ നിക്കോട്ടെ വെള്ളം കുടിച്ചോണ്ട് നായിന്റെ മൻ. കളാന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ നിന്റെ അടുത്ത്, ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ താൻ എന്നെ ട്രിഗർ ചെയ്തപ്പോ ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. അവൻ വെട്ടി വീണ കിടക്കുന്നു. ചത്തുപോയാല് ലിറ്ററലി ഞാൻ ഇന്നാളെ ഒരു ദിവസം ഞാൻ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, നമ്മൾ എപ്പോഴും പോയിരിക്കുന്ന സ്ഥലത്ത് പോയി ഞാനിരുന്ന് തനിക്ക് ഞാൻ അത്രയും എനിക്ക് അത്രയും പറ്റാനിട്ടാണ് ഞാൻ തനിക്ക് അത്രയും മെസ്സേജ് അയച്ചു. ഒറ്റയ്ക്കാണോ പോയത്? ഒരു റിപ്ലൈ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരു റിപ്ലൈ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അത്രയും വിഷമിച്ചാണ് അവിടെ ഇരുന്നത്, ഒരു റിപ്ലൈ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തോരം മെസ്സേജ് അയച്ചു ഞാൻ കണ്ടില്ല, ഇപ്പഴാ കണ്ടത്. അത്രയ്ക്ക് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത്രയും മനസ്സിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അത്രയും മെസ്സേജ് അയച്ചു ഞാൻ. ഈ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്തില്ലടാ. നിനക്ക് ഇപ്പോ 47 ആയുള്ളൂ. 48 എന്റെ വാച്ചില്. 48. വേണമെങ്കിൽ ഒരു ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞോ. ലാസ്റ്റ് എന്തെങ്കിലും പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മളിവിടെ വയ്ക്കാം, നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ മാറി അല്ല പറഞ്ഞോ. അത് ആ ഒരു ഇതാ പറഞ്ഞത്. അതിലേക്ക് എത്തിയതിന് കാരണം അന്നത്തെ കോൺവെർസേഷൻ ആണല്ലോ. ഓക്കെ അണ്ണ, അവൻ പറയുന്ന അവൻ ഇനി പഴയപോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ അവൻ അറിയത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എനിക്കറിയില്ല അണ്ണ. നീ പറഞ്ഞോ. എന്തോ കൊഞ്ഞാൻ കുത്തി കാണിക്കുന്ന വാ തുറക്കാതെ. ഇല്ല ഞാൻ പറഞ്ഞു തന്നെ, അവന് ടൈം വേണമെങ്കിൽ അവൻ എടുത്തോട്ടെ, കുഴപ്പമില്ല. അവന് ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇവനാരാ? ഞാൻ പറഞ്ഞു എനിക്ക് അന്നും ഇന്നും റിലേഷൻഷിപ്പ് എനിക്ക് പറ്റത്തില്ല. ഞാൻ അന്നും ഇതന്നെ അവന്റെ അടുത്ത് പറയുന്നേ. പക്ഷെ അന്ന് എന്റെ അടുത്ത് ഇതേപോലെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇല്ല. ഞാനത് ഇവരുടെ അടുത്ത് ഫസ്റ്റ് തൊട്ടേ പറയുന്നതാ. ഇവൻ ഫസ്റ്റ് എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയം തൊട്ട് ഞാൻ അവന്റെ അടുത്ത് പറയുന്ന കാര്യ. അപ്പോഴും അസൻ ഇത് കേട്ടിട്ട് പോവാ. അപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് എന്റെ കൂടെ ഇവൻ ഇത്രയും നാളും നടന്നോണ്ടിരുന്നേ. പക്ഷെ ഇപ്പൊ അവനതൊരു പ്രശ്നമായി എങ്ങനെ മാറിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതല്ലേ കാര്യമല്ലേ നമ്മളന്നിരുന്ന് സംസാരിച്ച കാര്യം. അങ്ങനെ അവരെയും കൂടെ ഒരിക്കലായിട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സോറി ചോദിച്ചു, എനിക്കൊരു സോറി അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പോയി ആ സിറ്റുവേഷൻ തിരുത്തി മാറ്റാൻ പറ്റത്തില്ലല്ലോ, അത് കഴിഞ്ഞ കാര്യല്ലേ. ഇങ്ങനെ വിഷമിച്ച് സംസാരിക്കല്ലേ, എനിക്ക് വിഷമം വരുന്നു. വാസോണ് ഇഷ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന് വന്ന പുതിയ ഫ്രണ്ട്സിന് എടാ പെണ്ണാ പറഞ്ഞോ. ഒരു സെക്കൻഡ് കുട്ടി, ഇത് പറ ചന്ദ്ര. സത്യം അവന്റെ വഴിക്ക് വിടാ നടക്കത്തല്ലോ. പാവുണ്ടല്ലോ. നീങ്ങോട്ട് വന്നേ. കീരിയില്ലേ, കീരി മാസടിക്കാൻ വേണ്ടി വിട്ടു. അവളോട് പറഞ്ഞേട്ടാ, ഞാനാണോ വലുത് അവരാണോ വലുതെന്ന് എനിക്ക് ഇപ്പൊ അറിയണോ. ഇവളപ്പം തന്നെ അവരോട് വണ്ടി കയറി പോയി. മനസ്സിന് കുത്തി നോക്കിലാണ് നമുക്ക്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മുമ്പിൽ വെച്ചിങ്ങനെ വഴക്കുണ്ടെന്ന്
ഞങ്ങൾക്കാണ് ഇത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരു ചോദ്യം ഞാൻ ചോദിക്കൊണ്ട് ഇത്രയും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ദിവസമായിട്ട് ഞാനൊരു ചോദ്യം ഞാൻ ഇതിനെ ചോദിക്കട്ടെ? കുറിച്ച് സംസാരിച്ചിട്ടില്ല അണ്ണാ ഇവന്റെ അടുത്ത്. ഇത്ര സ്നേഹത്തോടെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് എനിക്കും വിഷമമുണ്ടാണ്. ലിറ്ററലി ഞാൻ ഇന്നാണ് കരഞ്ഞിരുന്നാണ് ഇവനോട് ഇത്രയും മെസ്സേജ് അയച്ചത്. എനിക്കിത് ഇത്രയും ദിവസമായിട്ട് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല എന്താ റീസൺ എന്താ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അവന് ടൈം വേണമെന്നുണ്ടെങ്കിൽ അവൻ എടുത്തോട്ടെ, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് വിചാരിച്ചു ഞാൻ ഇത്രയും ദിവസം ഇരിക്കുവായിരുന്നു. ഇന്ന് ദർശനെയാണ് ഇത് വിളിച്ച് സംസാരിച്ചത്. ഞാൻ ദർശന ഏതാ? അടുത്ത് വിരോധമില്ലെങ്കിൽ ദർശനം അറിയത്തില്ല. ദർശന ആരായിരുന്നു? ആ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ആ എന്തുകൊണ്ട് മീൻസ് അത് ചോദിക്കണം, ശരിയായിട്ടുള്ള കാര്യമില്ല. എന്നാലും വേറെ ഒന്നും വിചാരിക്കില്ലേ? വേറെ ആരെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല ഇല്ല പേടിക്കണം, തുറന്നു പറഞ്ഞു. ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇല്ല 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 അല്ല, അവൻ ഹർട്ടാവെന്ന് വിചാരിച്ചൊന്നും പറയാതിരിക്കണം. അങ്ങനെ പറയാതിരിക്കും. പിന്നീട് കാലൊക്കെ വിഷമം വരും അവര്. ഇല്ല ഇല്ല. ആരും ഇല്ല. അപ്പൊ റിലേഷനിൽ ഒരിക്കലും ആവൂലേ റാഷയ്ക്ക് അങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റ് ഇല്ലല്ലേ ഇല്ല സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കാൻ? അതെ എന്നെ പോലെ അപ്പൊ നിന്റെ പെണ്ണുമ്പളെ കുഞ്ഞിനെ എന്ത് ചെയ്യും? അല്ല വാസവന് സിംഗിൾ അല്ലല്ലോ, സോറി. പിന്നെ ആര് നിന്റെ അച്ഛനായിട്ട് എമ്പിങ്ങളാ? അത് നോക്കാറുണ്ടാണ്. അങ്ങനെ ചെയ്യുന്നല്ലോ. ഒരു പെണ്ണിനെ അത് സെറ്റാക്കിയിട്ട് ഈ വർത്താനൊക്കെ പറഞ്ഞ പോലെ എന്റെ അടുത്ത്. ആ റാഷണ എന്റെ ഒരേപോലത്തെ ക്ലാസ് അല്ലേ? ആടോ യൂണിസെക്സ് അതെ 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 യൂണിസെക്സ്. പിള്ളേരുടെ ക്ലാസ് അത്. അതാണ് യൂണിസെക്സ്. നീ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത്? എന്താണ് സെക്സ്? എന്താ അല്ല ഇവൻ നീ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളതല്ലേ? വെറുതെ അല്ല, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? മിനിമം വിവരമുള്ളവരെല്ലാം പ്രപ്പോസ് ചെയ്താൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കുട്ടി ഇനിയിപ്പോ ഇത് പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എനിക്കിത് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. കീരി നീ അപ്പൊ ബാക്ക് ടു ഗ്രൈൻഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാങ് ഹൗസിൽ വൃത്തിയാക്കും, ബാക്കി പരിപാടി എല്ലാം ആയിട്ട് അതങ്ങനെ പോട്ടെ. ഇത്ര നാള് ഞാൻ നിന്റെ വഴിക്ക് വിട്ട് 365 ദിവസം ഈ കൊച്ചിന്റെ പുറകെ കടന്നു, ഒന്നും നടന്നില്ല. ഇനി ഒന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ അന്നും ഫ്രണ്ട്സാണ്, ഇന്നും ഫ്രണ്ട്സാണ്, അതിന് മാറ്റമില്ലല്ലോ. എടാ നീ ഒരു നീ മറ്റേ ഇടയ്ക്ക് കവി ആവല്ലേ? നീ ആരാ നിന്റെ വിചാരം? നീ ആര് റോമിയോയാ? എടാ നീ അല്ലടാ പറഞ്ഞ കുറച്ച് മുമ്പ് ഇവളെ ഇഷ്ടമാ, ഇവളുടെ പുറകെ കുറെ നടന്ന് ഇവള് തേച്ചിട്ട് പോയതാന്നൊക്കെ പറഞ്ഞ് നീ എന്റെ അടുത്ത് വർത്താനം പറഞ്ഞല്ലടാ കുറച്ച് മുമ്പ്. ഞാൻ ഈ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ തുടങ്ങിയത് ഇന്നോട്ടല്ല. ഇവ ടോക്സിക് ആണ് കുട്ടി, ഇവ കള്ളൻ, ഇവ ടോക്സിക് ആണ്. കൂട്ടുകാരെ പട്ടിന്ന് വിളിച്ചവനാണ് ഇവൻ, കള്ളൻ. നീ അല്ലടാ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇതിനൊക്കെ പ്രേമമായിരുന്നു അവളെ തേച്ചെന്ന്. എന്നിട്ട് നീ ഇപ്പം ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സാണ്, ഞാൻ മുമ്പ് അതിന്റെ ഇടയ്ക്കല്ലേ കള്ളൻ. അല്ല അങ്ങനെയല്ല. പിന്നെ എങ്ങനെ കവിയാവണ നീ? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടമാണെന്ന് പറയത്തില്ല എന്ന്. എടാ പിന്നെ എന്തിനാ ഇതിന് ഇഷ്ടമാന്ന് പറയുന്നേ? അപ്പൊ നീ ഇഷ്ടമാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ? തിരിച്ച് സ്നേഹിക്കണ്ട എന്നല്ലേ നീ പറഞ്ഞത്? എടാ ഇവന് മാനസികം. നീ ഇഷ്ടമാന്ന് പറഞ്ഞു എന്നോട്. ഹലോ, കൈ വെക്കും. ഇതിന്റെ പേരിൽ എന്റെ കൈ വെക്കാനൊക്കെ എനിക്ക് കാണണമല്ലോ. എനിക്ക് കുട്ടി ക്ലിയർ കട്ടായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. കുട്ടി വരുന്നതിന് മുമ്പ് ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇവനോട് മനസ്സറിയാൻ വേണ്ടി ചോദിച്ചു, എടാ റാഷയോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അന്നേരം അവൻ എന്നോട് പറഞ്ഞു എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു, പക്ഷെ റാഷയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അമ്മണി പശുവിനെ പോലെ മോങ്ങിക്കൊണ്ടിരുന്നവനാ ഇത്ര നേരം ഇവിടെ നീ വരുന്നതിന് മുമ്പ്. അന്നേരമാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇവിടെ വന്നപ്പോ അവൻ കവിയായി. പണ്ട് തൊട്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, അതെനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നീ എന്താ റേഡിയോക്ക് അത് ഊത്തൂതണാടാ? അവന്റെ മറ്റേ രണ്ട് ഇതാണ് സത്യം, മനസ്സിലായ? ഇതാണ് ശരിക്കുള്ള സത്യം. ഇല്ലാണ യമനെ പെട്ടെന്ന് ഓർമ്മ നമുക്ക് ഒരു ഓർമ്മ ഉള്ളതല്ല കീഴട എല്ലാ പ്രശ്നവും ഇപ്പൊ ശരിയാക്കി തരാം. ഞാനൊരു കാര്യം ഇനി റാശി എടുത്ത് പറയട്ടെ. ഇവ ഇടയ്ക്ക് ഓർമ്മ പോയി എന്നൊക്കെ പറഞ്ഞിതല്ലേ, ഇത് ഇവന്റെ പണ്ട് തൊട്ടുള്ള ഇതാ. ഇവൻ ഇതിനു മുമ്പ് ഒരു പ്രേമം ഉണ്ടായിരുന്നു, നിമ്മുക്കുട്ടി എന്ന് പറഞ്ഞ്. അവന്റെ പേരെടുപ്പ് വരെ എടുത്തത് ഞാൻ എന്റെ ഈ രണ്ട് കൈ കൊണ്ട് അറിയോ? അന്ന് തൊട്ട് തുടങ്ങിയതാ ഇവന്റെ മറവി രോഗം. അണ്ണന്റെ കയ്യിലെ മറവി രോഗത്തെ പറ്റി പറഞ്ഞു. അതൊക്കെ വെറും ടോക്സിക് കള്ളൻ.
എന്തൊക്കെ പറയണം. ശരിക്കും പറയണത് തങ്കം പോലത്തെ ഒരു കൊച്ചിനെ നീ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല കീരി. ആരെ? ഇവളെ റാഷിയെ അവക്ക് ഇഷ്ടമല്ലല്ലോ. നീ ഇഷ്ടമല്ലല്ലോ എന്ന് താങ്ക് യു സോ മച്ച് ഫോർ ദ ക്യൂ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച്. ഇവരടുത്തും പറഞ്ഞോണ്ടിരിക്കണേ, ഇവർക്കാ മനസ്സിലാവാത്തെ. കൂടെ നടന്നേ എടാ നിനക്ക് ഫസ്റ്റ് ദിവസം ഇഷ്ടം ഞാൻ റാഷി നിനക്ക് മനസ്സിലാവില്ല. നീ എന്തിനാ മോളെ കരയണേ? എനിക്ക് ഇവന് മാനസിക അസുഖമാണ്. ഇവനിപ്പൊ പറയണ കേട്ടാ ഇവന് ഇഷ്ടമെന്ന് ഓൾറെഡി പറഞ്ഞത് സമ്മതിച്ചത് എന്റെ അടുത്ത്. ഇവൻ പറയുന്നേട്ടാ വിചാരിക്കും ഞാൻ ഇപ്പോഴാണ് അവന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നതെന്ന്. പക്ഷെ അല്ല, കണ്ട അന്ന് തൊട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഇട്ടിട്ട് പോണമായിരുന്നു. ഇപ്പൊ ഇഷ്ടമല്ലെന്ന് പറയുന്നത് ആ ഫ്രണ്ടായി ഇപ്പൊ നിനക്ക് നിക്കാൻ പറ്റുന്നില്ലേ, പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ ഒരാളെ കൂടെ വിളിച്ചോട്ടെ സംസാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നീ ഇപ്പൊ ആലോചിച്ച് നോക്കിയേ. നീ അപ്പൊ നാളെ ഇപ്പൊ എക്സാമ്പിൾ എന്റെ റാഷിന്റെ കല്യാണം നാളെ നടക്കുവാണ്. നീ മുന്നിൽ നിന്ന് നടത്തി തരുവോ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ? ഇവന് ഞാൻ പറയുന്ന കേക്കുന്നില്ലേ മോളെ? ഇത് ഇവൻ എന്തോ പ്രശ്നമുണ്ട് ഇവന്. ഒരാൾ കൂടെ വരാറുണ്ട്. നീ നാട്ടിലേക്ക് വിളിച്ചോണ്ട് വാ. അയൽക്കൂട്ടം കൂടെ ഇവിടെ വട്ടത്തിരുന്ന് അങ്ങനെ എല്ലാരും ഇത് എസ് ഓർ നോ ഒതുക്കണം. നിനക്കൊരു നല്ല ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ ഇവളുടെ? ഫ്രണ്ട് ഇനിയുള്ള കാലം ഫ്രണ്ട് മാത്രമായിരിക്കും. No feelings, other feelings. I mean വേറെ ലവ് അങ്ങനത്തെ സാധനം ഇഷ്ടമുണ്ട് അത് ഉള്ളില്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ. നിനക്ക് അക്സെപ്റ്റ് ചെയ്യണോ? നീ ചെയ്യത്തില്ലല്ലോ എന്ന് പറയുന്ന കേറി. ഇത് ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞതല്ലേടാ. അതെ അത് തന്നെയല്ലേ ഞാൻ ഇവിടെ പറയണേ. നീ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ എനിക്ക് ഹേർട്ട് ആവുന്നുണ്ട്. നീ പറയുന്നേ ഇത് ഫസ്റ്റ് ഡേ നിന്റെ അടുത്ത് പറഞ്ഞതാ. നിനക്ക് അന്ന് ഇട്ടിട്ട് പൊക്കൂടായിരുന്നോടാ. എന്താടാ ഞാനൊരു തീരുമാനം പറയണ്ടേ? എന്ത് പറയണ്ണ ഇതൊക്കെ നമ്മളെന്ത് പറയാ? അവര് എന്നെ ഓരോന്ന് തീരുമാനിച്ചു. അമ്മ എല്ലാം തീരുമാനിക്കാനാ അണ്ണനെ കിട്ടും. പക്ഷെ റാഷ എനിക്കൊരു കാര്യം പറയാനുണ്ട് റാഷ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. കീരിക്ക് റാഷ ഒരു പ്രതീക്ഷ കൊടുത്തതായിട്ട് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ അത്. അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. എന്റെ അടുത്ത് ഓരോ സെക്കൻഡും ഞാൻ പറയും ഹോപ്പ് തന്നിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്ന നിമിഷം ഞാൻ ആ ഒരു ഇത് കട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് സ്വയം ഫീൽ ബാഡ് ആവും. കാരണം ഞാൻ എന്തെങ്കിലും ഓരോ സെക്കൻഡ് പോലും ഞാൻ അവന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എടാ ഞാൻ നിനക്ക് ഹോപ്പ് തരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നേരത്ത് ഇല്ല എന്നാണ് അവൻ പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തേനെ. സീരിയല് കാണുക അതാ മൈൻഡിൽ നിങ്ങളൊക്കെ മനസ്സിൽ വേണ്ടത് അതാണ്. ഞാൻ ഉള്ളിന്ന് തോണ്ടിയെടുത്തേണേ. അല്ല അങ്ങനെയല്ല, അണ്ണ ഇങ്ങോട്ട് നോക്കണ എന്നെ. അണ്ണ ഇങ്ങോട്ട്. നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നത്തില്ലേ അതുപോലത്തെ ചെറുതായിട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷെ ഹോപ്പ് എനിക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അവന് ചെറിയ പ്രതീക്ഷ ഇങ്ങനെ ഉള്ളിന്ന് ഞാൻ ഇങ്ങനെ തോണ്ടിയെടുത്തതാ. ഒക്കെ ചെറിയത് തോന്നിയിട്ടുണ്ടാവും. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ പോട്ടെ. തീരുമാനം പറഞ്ഞില്ല. മരണ വീട്ടിൽ പാട്ടോടെ നിൽക്കണ നീ. ഇവർക്ക് ഇത്ര പ്രശ്നം വന്നിരിക്കുമ്പോ ഗിത്താർ പിടിച്ച് എങ്ങനെ തോന്നണ? മനുഷ്യന്മാര് ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? മനുഷ്യന്മാര് അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ള അല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരുമിച്ചുള്ള മൊമെന്റ്സ് കണ്ടിട്ടുള്ള ഒരാളല്ലേ വാസ്തവം? ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അറിഞ്ഞ ഒരാളാണല്ലോ. അതെ. അത് വെച്ചിട്ട് വാസുവണ്ണന് എന്താ തോന്നിയത് നമ്മൾ തമ്മിൽ എന്താണെന്ന്? നിങ്ങൾ തമ്മിൽ ഇഷ്ടമെന്നാ തോന്നിയത്? ഒരു സെക്കൻഡ് ഞാൻ ഒരു സെക്കൻഡ് സമയം തരണം. ഒരു സെക്കൻഡ് സമയം തരണേ.
അണ്ണ അവിടെ ഇല്ലേ? ഹലോ ഈ സമയത്ത് ഞാൻ ഹലോ അണ്ണാ, അതെ ഞാനൊരു ക്രൂരനാ. ഞാൻ എന്തു വന്നാലും ഇത് മുടക്കും. എന്തിന് അതെന്ത് മുടങ്ങാനായി? എന്റെ ദൗത്യം തന്നെ അതാണ്. ഞാനിത് മുടക്കും. അണ്ണാ എന്തിന് അല്ല എന്തിന് മുടങ്ങാനാണ് അത് മുടങ്ങി? കസേരയുടെ കഥ ഞാനാണ് വില്ലൻ. വാസ്തവം ഞാൻ ആ കാര്യം എനിക്ക് ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഹേർട്ടായെന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിച്ച റഹ്മാൻ അറിയാൻ പറഞ്ഞു കൊടുത്തു. ഇല്ല, റഹ്മാന്റെ കാര്യം വിട്ടോ. എന്റെ കാര്യം പറയട്ടെ. എനിക്ക് അങ്ങനെ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ലവ് ബേർഡ്സ് ആയിട്ടൊന്നും തോന്നിട്ടില്ല. നല്ല രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് നടക്കുന്നത് പോലെ പലവട്ടം. ഈ സിറ്റിയില് ഒരാണും പെണ്ണും ഒരുമിച്ച് 2 ദിവസം നടന്നു കഴിഞ്ഞാൽ എല്ലാരും പറയുന്ന അവര് റിലേഷൻഷിപ്പിലാണ്, കപ്പിൾസ് ആണെന്നാണ്. പിന്നെ 2 ദിവസം നടന്ന അങ്ങനെ പറയത്തു. അതങ്ങനെയാണ്. അപ്പൊ ഇത്രയും നാൾ ഒന്നിച്ചേർന്ന് ഞങ്ങളെ നോക്കി പറയാണ്ടിരിക്കോ? ഇല്ല. അതെ, അതങ്ങനെയാണ്. ഈ സിറ്റിയിൽ അങ്ങനെയാണ്. ഒരാണും പെണ്ണും 2 ദിവസം കരയില്ല രാശ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. കരയല്ലേ, വിഷമിക്കില്ല ഇങ്ങനെ. നമുക്ക് ഇങ്ങനെ കരച്ചിലാണോ? ഞങ്ങളെ ഭയങ്കര വലിയ ഗാങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് കരയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് മനസ്സിലായി. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. തക്കടു ആവാ അതോലോ ആയിപ്പോ നമ്മൾ പെട്ടെന്ന്. സത്യം. കരഞ്ഞു കഴിഞ്ഞ എന്റെ കണ്ണീര് എന്റെ ഡ്രസ്സിൽ മൊത്തമായിട്ട് ദേഹം മൊത്തം നനഞ്ഞ്. എനിക്കിനി ഇനി വയ്യ ഇത് സംസാരിക്കാൻ. നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കണം. ആ കണ്ണീര് മനസ്സിലായോ? എത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇതിന് പുറകെ നടക്കണേ. ഇനി പറ്റൂല. ഞാൻ ഇത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റണം, അല്ലെങ്കിൽ ഇല്ല. വേണ്ട, വിട്ടേരെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യം ചോദിച്ചു. എന്താ ചോദിക്കാൻ വന്നേ? ഈ കാര്യം ഞാനാണോ വന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്, ഈ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടോന്ന് എന്റെ അടുത്ത് നിങ്ങളല്ലേ അയ്യോ, ഒരു വിഷമോ ഇല്ലാത്ത ഒരു കവിത എഴുതുക. ഒരു വിഷമോ ഇല്ല അവന്. ഡസ്റ്ററുടെ കാര്യം അറിയാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ വന്ന് നിന്നതാ. കുട്ടി ഡസ്റ്ററോ എടുത്ത് പോയിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ് സുഖമായിട്ട് ജീവിക്കും. ഇപ്പൊ മാനസിക രോഗിയാ. ആട്ടോ വീട് ഇഷ്ടപ്പെടത്തില്ല. ആരെ? ഇല്ല. ഓ, ഡസ്റ്ററോ ഇഷ്ടപ്പെടത്തില്ലതാ. അതൊക്കെ കുട്ടിയുടെ ഇഷ്ടം. എന്റെ അടുത്ത് ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് അല്ല പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലല്ലോ, കാരണം ഒരു ബ്രദറിനെ പോലെയല്ലേ കുട്ടിയാണെന്നേ. അതെ, പിന്നെ സീസൺ 2 അവര് കാണണം. ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ റാഷ ഈ പാട്ടുകാരൻ ഇവൻ കുഴപ്പമില്ലാതെ പാടും എന്ന് കരുതി നാളെ ഇവൻ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെ എല്ലാം ബ്രദേഴ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടോ കാണുന്ന തുറന്നങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. പിന്നല്ലേ അത് വലിയ പ്രശ്നവും. ഇവനോടൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞു വിട്ടേരേ. പിടിച്ചിരിക്കുന്നുണ്ടില്ലേ? പറഞ്ഞ ഫസ്റ്റ് ദിവസം ഇവൻ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമാകത്തില്ലായിരുന്നു. അന്ന് ഇത് നിനക്ക് പൊക്കൂടായിരുന്നോ? അന്നേ പൊക്കൂടായിരുന്നോ കീരി? വീണ്ടും നമ്മള് 2024 സ്റ്റാർട്ടിലേക്ക് എത്തിയേ. ശരി, അപ്പോഴും ഞാൻ പുറകെ കൂടെ ഒരുമിച്ച് ഉണ്ടായി. അയ്യോ, എന്താടാ മലയാളത്തിൽ പറയുന്ന അപ്പടി ഇപ്പടി സ്വന്ന് ഇരുന്ന് വരണ്ട് വന്ന് വന്ന് വരട്ടി വരട്ടി എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു. മറ്റേ തമിഴ് പറവാ ഫുൾ ടൈം കൂടതായിരുന്ന. എനിക്ക് കമ്പനി മതി, കമ്പനി മതി. കമ്പനി മതി മതി എന്ന് പറഞ്ഞിട്ട് അവളെ ഒറ്റത്തലങ്ങ് സെറ്റ് ആക്കാൻ നോക്കിയാട്ടോ ഇടയ്ക്ക്. അറിയ നല്ല പരിപാടിയാണ് അത്. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണ. ഞാൻ 3ാമത്തെ വട്ടം ഇത് ഫസ്റ്റ് ഇവകിட்ட ഫ്രണ്ട് இல்ல, ഫസ്റ്റ് പോയി പ്രപ്പോസ് தான் பண்ணேன். പണി കിട്ടിയേ? കിട്ടിയില്ലേ? ഇനിയെങ്കിലും അത് നിർത്തുക. ഞാൻ പറഞ്ഞേ 3 വട്ടം ഞാൻ കേട്ട്. അല്ല നിങ്ങളല്ലേ തവടി പറയാ പറഞ്ഞേ. ഡാഡി കൂൾ അഥവാ തണുത്ത തന്ത.